ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ ഗൗതം ആൻഡ് യു ഗൈസ് ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡ്രീം റോർ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നമ്മളെ മമ്മൂട്ടി അഭിനയിച്ച വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ, അതായത് നമ്മളെ പുലിമുരുകന്റെ ഒക്കെ ഡയറക്ടർ, മൂപ്പര് ഡയറക്ട് ചെയ്ത ടർബോ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ഫിലിം ഇപ്പൊ തിയേറ്ററിൽ നിന്ന് കണ്ടു വന്നിട്ടേ ഉള്ളൂ. അതിന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ പുലിമുരുകനുമായിട്ടുള്ള സിമിലാരിറ്റീസ് നമുക്ക് ഈ ഫിലിമിൽ എവിടേക്കോ കാണാനും പറ്റും. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ പറയുന്നത്, ഈ ജോസ് എന്നാണ് നമ്മളെ മമ്മൂട്ടിയുടെ ക്യാരക്ടറുടെ പേര്, ടർബോ ജോസ്. ഒരു സാധാരണ ഇടുക്കിക്കാരൻ, ഇടുക്കിയിൽ ഒരു ജീപ്പ് ഡ്രൈവർ. സാധാരണ ഇടുക്കിക്കാരൻ എന്ന് പറയാൻ പറ്റില്ല, അവിടെ നാട്ടിൻ പുറത്ത് തല്ലൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു ക്യാരക്ടർ. ചില സാഹചര്യങ്ങളാൽ ഈ ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെന്നൈ പോയും ചെന്നൈയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് കഥ പറയുന്നത്. പക്ഷെ ചെന്നൈയിൽ എത്തിയിട്ട് ഈ മമ്മൂട്ടി ഫൈറ്റ് ചെയ്യുന്നത് ചെന്നൈയിലേക്കല്ല, ഒരു വലിയൊരു സിൻഡിക്കേറ്റ് തന്നെയാണ്. അവിടുത്തെ എല്ലാ MLA മാരെയും പൈസ കൊടുത്ത് മേടിക്കാൻ മാത്രം കഴിവുള്ള അത്രയും വലിയ സിൻഡിക്കേറ്റ്. ആ ഒരു ക്ലാഷ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു സൈഡിൽ ഒരു സാധാരണ ഒരു ജീപ്പ് ഡ്രൈവറും മറ്റേ സൈഡിൽ ഒരു ഒന്നൊന്നര പവർഫുൾ ആയിട്ടുള്ള സിൻഡിക്കേറ്റും. പക്ഷെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മമ്മൂട്ടിയുടെ മാസാണ് ഫിലിമിൽ മൊത്തമായിട്ടുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറയാൻ വെച്ചാൽ മ്യൂസിക് ഒരു രക്ഷയില്ല. ഈ പടത്തിലെ ലിറിക്സ് എഴുതി ആരാണെന്ന് വെച്ചാൽ അങ്ങനെ ആളില്ല. ഈ പടത്തിൽ ലിറിക്സ് ഇല്ല, ലിറിക്സിന് ഒരു പാട്ടില്ല. പാട്ടിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അധികം ഓവർ ആക്കണ്ടെന്ന് വെച്ചിട്ട് പടത്തിലൊരു പാട്ടിന്റെ ഒരു ആവശ്യം വരുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയായിരുന്നു. നമ്മൾ ഈ ട്രെയിലറിൽ നിന്ന് കാണുന്ന നമുക്കൊരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു വൈബ് നമുക്ക് സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കിട്ടുന്നുണ്ട്. കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ആളാണ് ഈ പടത്തിലെ വില്ലൻ. കന്നഡക്കാരനാണ്, പേര് രാജ് ബി ഷെട്ടി. ആക്ടറാണ്, ഡയറക്ടറാണ്. ഒരു രക്ഷയില്ല സ്ക്രീൻ പെർഫോമൻസ് വെച്ചാൽ. നമ്മൾ ആ ട്രെയിലറിന് കണ്ടില്ല, ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സീന്, അതേ വൈബ് എന്ന് പറഞ്ഞാൽ അതേ വൈബ് പടത്തില്. സത്യം പറഞ്ഞാൽ പടത്തിന്റെ ഒരു 80% സ്കോർ ചെയ്യുന്നത് വില്ലൻ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വില്ലന് ഒടുക്കത്തെ പവറാണ്, വലിയ സിൻഡിക്കേറ്റിന്റെ ഹെഡാണ്. മറ്റേ സൈഡിൽ മമ്മൂട്ടിയുടെ മാസം കാണിച്ച് മാത്രം പിടിച്ചിരിക്കുകയാണ്. അത് കൂടാതെ മമ്മൂട്ടിയുടെ അമ്മയായിട്ട് ബിന്ദു പണിക്കർ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത കോമഡിയാണ്. അതെന്നുവെച്ചാല് മമ്മൂട്ടിക്ക് ആകെ പേടിയുള്ള ഒരു ക്യാരക്ടർ മമ്മൂട്ടിയുടെ അമ്മ മാത്രമായിരിക്കും. അപ്പൊ അവരുടെ ഒരു കെമിസ്ട്രി തിയേറ്ററിൽ നിന്ന് കണ്ടിരിക്കാൻ നല്ല ആരമാണ്. ഒരുപാട് ചിരിക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. പിന്നെ ഹീറോയിൻ അതായത് ഈ പടത്തിലെ മെയിൻ ഫീമെയിൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ അഞ്ജന ജയപ്രകാശനാണ്. ഒരു രക്ഷയുമില്ല, ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര ക്യൂട്ടാണ്. മീൻസ് ചെയ്ത ജോലി വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളെ മുമ്പ് ഫഹദ് ഫാസിലിലൂടെയൊക്കെ അഭിനയിച്ച് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. നമ്മൾ ഓരോരോ പടം കഴിയുമ്പോഴും ആ ഒരു ക്യാരക്ടറിനോടൊന്നല്ല, ആ ഒരു ആക്ട്രസിനോടുള്ള ഇഷ്ടം നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ പടത്തിന്റെ ആക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. സത്യം പറയാൻ വെച്ചാല് ഈ ആക്ഷന്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ ഉണ്ട്. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയാൻ പറ്റുന്നത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ പഴയ സിനിമയിലുള്ള മാതിരി ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളൊന്നുമില്ല. അതിപ്പോ ഒരു കസാല ചവിട്ടി ചാടി അടിക്കുന്ന സീനാണെങ്കിൽ കസാല ചവിട്ടുന്ന കാണിക്കും, പിന്നെ അടിക്കുന്ന കാണിക്കും. ഈ നടുവിലുള്ള ജമ്പില്ലേ, അത് നമുക്കെല്ലാവർക്കും അറിയാം. അത്യാവശ്യം വയസ്സായ ആളാണ് നമ്മളെ മമ്മൂക്ക, അങ്ങനെ പറയല്ല. എന്നാലും ആ ഒരു ഏജിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമുക്ക് ചെയ്ത മാതിരി നമുക്കൊരു ഫസ്റ്റ് ഹാഫിലൊക്കെ തോന്നും. പക്ഷെ ക്ലൈമാക്സിലേക്ക് ഒരു ചാട്ടമുണ്ട്. എന്ത് ചാട്ടാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല എങ്ങനെ ചെയ്തെന്ന്. ഇനി VFX എങ്ങനെ ആണോ എന്ന് വരെ ചിന്തിച്ചു. അങ്ങനത്തെ ഒരു ഒന്നൊന്നര ചാട്ടം. ആ ചാട്ടത്തിലെ തിയേറ്ററിലൊക്കെ ഒന്നൊന്നര കൈയടിയായിരുന്നു. സത്യം പറയാ, തിയേറ്ററിൽ നിന്ന് കൈയടിക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. നിങ്ങൾ മമ്മൂട്ടി ഫാൻ ആണെങ്കിൽ 100% ഷുവർ നിങ്ങൾക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും. അതിലൊരു സംശയം വേണ്ട. അങ്ങനത്തെ ഒരു മമ്മൂട്ടിയുടെ മാസ് എന്റർടൈനർ തന്നെയാണ് ഈ പടം. പിന്നെ ഈ ഒരു പടം നമ്മൾ IMDb സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ടർബോ പാർട്ട് 1 2024 എന്ന്. അതായത് ഈ പടത്തിന് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. സെക്കൻഡ് പാർട്ട് ഉണ്ടാവണമെങ്കിൽ തന്നെ ഇതിന്റെ എൻഡിങ്ങിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടണല്ലോ. ആ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നൊന്നര ക്യാമിയോ റോൾ ഉണ്ട്. ക്യാമിയോ റോൾ ഉണ്ട്, അത് മതി. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പടം ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടത് എനിക്ക് 100% വേർത്താണ്. തിയേറ്ററിൽ നല്ലൊരു ഓളം ഉണ്ടാക്കാൻ ഈ ഒരു പടത്തിന് പറ്റിയിട്ടുണ്ട്. നല്ല തിയേറ്റർ റെസ്പോൺസ് ഒക്കെ വളരെ സൂപ്പർ ആയിരുന്നു. ഒരുപാട് പേര് കൈയടിക്കുന്ന കണ്ടു, ഒരുപാട് പേര് ചിരിക്കുന്ന കണ്ടു. ചുരുക്കി പറയുകയാണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമ 100% നിങ്ങൾ മമ്മൂട്ടി ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും തിയേറ്ററിൽ നിന്ന് കണ്ടാൽ
ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ നിർത്തുന്നു. ഞാൻ ഒന്നുകൂടി പറയാണ്, ഞാനൊരു മൂവി റിവ്യൂ മാത്രം ചെയ്യുന്ന ആളല്ല, ഞാൻ ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് കഷ്ടപ്പെട്ട് നോർവേയിലെ വീഡിയോ, യു കെയിലെ വീഡിയോ, ഗ്രീസിലെ വീഡിയോ, ഇപ്പൊ ലിസ്ബണിന്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്ത മാസം ജോബിന് വേണ്ടിയിട്ട് പിന്നെയും തിരിച്ച് യു കെയിലേക്ക് പോകുമായിരിക്കും. ഇനി അങ്ങോട്ട് ഒരുപാട് ട്രാവൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. എൻ്റെ ഒരു അപ്രോച്ച് ഇഷ്ടപ്പെട്ടാൽ യു ക്യാൻ ഷോ യുവർ സപ്പോർട്ട് ബൈ ചെക്കിംഗ് ഔട്ട് മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Until we see the next time, this is me, Kautam Raj, signing off.